സുമേഷ്, നമ്മളെ ലോകത്തിലെ ഏറ്റവും അധികം മാധ്യമ ശ്രദ്ധ വന്ന ഒരു വ്യക്തി ആരാണ് ഇപ്പോൾ നമ്മുടെ ലോകത്തിൽ? ട്രംപാശൻ തന്നെയല്ലേ? എന്തുകൊണ്ടാണ് ട്രംപാശൻ അങ്ങനെ ആവുന്നത്? ട്രംപാശൻ അധികാരത്തിൽ വരുന്നു എന്ന് കേട്ടപ്പോൾ തന്നെ പലരുടെയും മുട്ടടിക്കാൻ തുടങ്ങി. അത് മാത്രമല്ല, അദ്ദേഹത്തിന്റെ അമേരിക്കയിലുള്ള മലയാളി പിന്നെ നമ്മുടെ മലയാളികൾ പറയുന്നതനുസരിച്ച് തന്നെ അദ്ദേഹം വന്നു കഴിഞ്ഞാൽ ഒരുപാട് ദോഷങ്ങൾ ഉണ്ടാവും എന്നൊക്കെ പറഞ്ഞത്. അപ്പൊ എന്തായിരുന്നാലും ഇപ്പോൾ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ ഇന്ത്യക്കൊക്കെ വിരുദ്ധമായിട്ടൊക്കെയാണ് വരുന്നതെങ്കിൽ പോലും ചില നിലപാടുകൾ നമുക്ക് അംഗീകരിക്കാതിരിക്കാൻ കഴിയില്ല. അതിൽ ഏറ്റവും വലുതാണ് ഈ ചിലരെയൊക്കെ ട്രംപ് തൂക്കിയെടുക്കും. ഈ ജിഹാദികളുണ്ടല്ലോ, ജിഹാദികളെയൊക്കെ രാജ്യത്ത് കിടന്ന് ജിഹാദി ഉണ്ടാക്കാൻ നടക്കണ്ട, എല്ലാവരെയും നമ്മൾ ശരിയാക്കി തരും. സ്റ്റുഡൻസ് വിസയുമായിട്ട് കുറേ എണ്ണം അവിടെ വരും. സ്റ്റുഡൻസ് വിസയായിട്ട് പഠിക്കാൻ, അമേരിക്ക പഠിക്കാൻ ഭയങ്കര ഇതല്ലേ, അപ്പോൾ അതുകൊണ്ട് കാശുണ്ടല്ലോ, അവനെല്ലാം ഇഷ്ടംപോലെ കാശുണ്ടല്ലോ. അപ്പോൾ വിവിധ രാജ്യങ്ങളിൽ നിന്നും ഈ പിന്നെ അമേരിക്ക പഠിക്കാൻ വേണ്ടി വരും. വിസ കൊണ്ടാണ് വരുന്നത്, അതായത് സ്റ്റുഡൻസ് വിസയായിട്ട്. എന്നിട്ട് ഇവിടെ വന്നിട്ട് ജിഹാദി പ്രവർത്തനം നടത്തുക. ഈ അടുത്ത കാലം നമ്മൾ കണ്ടതാണല്ലോ, പാലസ്തീൻ അനുകൂല പിന്നെ അനുകൂലികളെല്ലാം കൂടി ഏതോ വലിയൊരു ബാങ്കിലോ ഓഫീസിലൊക്കെ ഇടിച്ചു കയറുകയും അവിടെ പിന്നെ തകർക്കുകയും വലിയ വലിയ പ്രശ്നം ഉണ്ടാക്കി. നമ്മുടെ കഴിഞ്ഞ ഈ ട്രംപിന് തൊട്ട് മുമ്പുള്ള നമ്മൾ കണ്ടതാണ്. അപ്പോൾ പക്ഷേ ട്രംപ് വന്നതിന് ശേഷം പറഞ്ഞ് ഒരുത്തനും ഇവിടെ ജിഹാദി പ്രവർത്തനം നടത്താൻ വേണ്ടി സ്റ്റുഡൻസ് വിസയുമായിട്ട് ഒരുത്തനും ഇവിടെ വരണ്ട, ഒരു വിദേശികളും വേണ്ട, എല്ലാവരെയും ഈ 2025 ഞങ്ങൾ കണ്ടെത്തും, നീയൊക്കെ സൂക്ഷിച്ചോ. ഉത്തരവാണ്. ഉത്തരവിൽ പറഞ്ഞിരിക്കുന്ന കാര്യം ഇങ്ങനെ ഞാൻ പറയുന്ന വാക്കല്ല. പിന്നെ ജിഹാദികളെ നിങ്ങൾ ഓർമ്മിക്കുക, പിന്നെ 2025 നിങ്ങളെ മുഴുവനും ഞങ്ങൾ കണ്ടെത്തും എന്നാണ് ഉത്തരവ് പറഞ്ഞിരിക്കുന്നത്. ഉത്തരവിലും ഉണ്ട് അത്. അതതിന്റെ ഇംഗ്ലീഷ് ഉണ്ടായിരുന്നു. ഞാൻ ഈ പറയുന്നത് പോലെ ഇപ്പൊ അങ്ങനെ നമ്മൾ പറയുമ്പോൾ നമ്മൾ ഒരു വിഭാഗത്തെ അടച്ചാക്ഷേപിക്കുന്നു എന്നൊക്കെ പലരും പറയുമായിരിക്കും. എന്നാലും അത് വിഷയമില്ല. പക്ഷെ നമ്മൾ ഇവിടെ എന്തുകൊണ്ടാണ് ഇപ്പോൾ ഇവിടെ CAA നടപ്പിലാക്കാൻ വേണ്ടിയിട്ട് പലരും എതിർപ്പ് പറയുന്നുണ്ട്. എന്തിനാണെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. കാരണം ഇപ്പോൾ ബംഗ്ലാദേശിൽ നിന്ന് തന്നെ പലരും നുഴഞ്ഞു കയറുന്നു. പലരും ഇവിടെ ബംഗാളിൽ നിന്നുള്ളവരും അല്ലെങ്കിൽ മറ്റ് സംസ്ഥാനങ്ങളിലൊക്കെ ആസാമിലൊക്കെ നിന്നുള്ളവരാണെന്ന് പറഞ്ഞുകൊണ്ട് താമസിക്കുന്ന പലരും ബംഗ്ലാദേശികളാണെന്നുള്ള കാര്യം അറസ്റ്റ് ചെയ്തുകൊണ്ട് പോകുമ്പോഴാണ് നമ്മൾ അറിയുന്നത്. അതിൽ ഏറ്റവും ഭയപ്പെടുന്ന ഒരു കാര്യം, കഴിഞ്ഞ ട്രിപ്പിൾ ലോക്ക്ഡൗൺ സമയത്ത് പല സ്ഥലങ്ങളിൽ നിന്നായിട്ട്, അതായത് പത്തനംതിട്ട, ആലപ്പുഴ, കോട്ടയം ജില്ലയുടെ പല ഭാഗങ്ങളിൽ നിന്നായിട്ട് പോലീസിന്റെ കണ്ണു വെട്ടിച്ച് കോട്ടയം പായിപ്പാട് 3000-ഓളം അതിഥി തൊഴിലാളികൾ. അതിഥി തൊഴിലാളി നമ്മുടെ സർക്കാരിന്റെ ഒരു വിളിയാണ്. അങ്ങനെ വിളിക്കാൻ പാടുള്ളൂ. കുഴപ്പമില്ല. പക്ഷേ ഈ അതിഥി തൊഴിലാളികൾ നമ്മൾ വിളിക്കുമ്പോൾ നമ്മൾ അതിഥികളാണെന്ന് പറഞ്ഞ് അവരെ വളരെ ബഹുമാനിക്കുമ്പോൾ അതിൽ കുറച്ച് പേരുണ്ട്, ഒരുപാട് പേരല്ല, ഭൂരിപക്ഷം അല്ല, വളരെ കുറച്ച് പേര് ഈ പറയുന്ന ബംഗ്ലാദേശിൽ നിന്ന് വരുന്നവരും തീവ്രവാദികളും ഒക്കെയാണ്. അവരെയും നമ്മൾ അതിഥിയായിട്ട് വിളിക്കേണ്ട ഒരു ആവശ്യമില്ല. അതാണ് അവരവിടെ കൂടിയത് അന്ന് പിന്നെ രഹസ്യാന്വേഷണ വിഭാഗത്തിന്റെ കണ്ടുപോലും വെട്ടിച്ചാണ് അവരവിടെ വന്നത്. പക്ഷെ അതൊക്കെ ഈ കേരളമായതുകൊണ്ട് പിന്നെ അവിടെ വലിയ പ്രശ്നമൊന്നും ഉണ്ടായിട്ടില്ല. അല്ല, അതുകൊണ്ടാണ് നമ്മളിപ്പോൾ ഈ ട്രംപിന്റെ ഉത്തരവിനെ നമ്മൾ കേരളം ചർച്ച ചെയ്യുന്നത്. കാരണം കേരളത്തിലാണ് ഇന്ത്യയിൽ വെച്ച് ഏറ്റവും അധികം പാലസ്തീൻ അനുകൂല പ്രകടനം നടന്നിട്ടുള്ളത്. ഹമാസ് അനുകൂല പ്രകടനം, സിംബോസിയങ്ങൾ, ചർച്ചകൾ, ഭയങ്കര ഇവിടുത്തെ രാഷ്ട്രീയ ഭരിക്കുന്ന പാർട്ടി പോലും ഹമാസ് അനുകൂല പിന്നെ സിംബോസിയം വെച്ചവരാണ്, വലിയ സെമിനാർ വെച്ചവരാണ്. പക്ഷെ അതിലനുഭവിച്ച് അവർക്ക് കിട്ടിയ അടി കിട്ടി. ലോക്സഭാ തെരഞ്ഞെടുപ്പിലാകെ വട്ടപൂജ്യമായി. അപ്പോൾ അതൊക്കെ അവർക്കറിയാം. പക്ഷെ അതുകൊണ്ട് ഇപ്പം തിരിഞ്ഞാണ് പലതും പറയുന്നത്, നമ്മളത് കാണുന്നുണ്ട്. ഇപ്പം തിരിച്ച് പ്ലേറ്റൊക്കെ മാറ്റിയിട്ട് മറ്റു ചില നമ്പറുകളൊക്കെ ആണെങ്കിൽ നമ്മൾ കാണുന്നതാണ്. ഈ ട്രംപിൻ്റെ കാര്യം നമ്മൾ എന്തുകൊണ്ട് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞാൽ, ഈ ട്രംപ് വളരെ കാണിച്ചമായിട്ട്, പക്ഷെ നമ്മൾ ആഗ്രഹിക്കുന്നു, സത്യത്തിൽ ഞാൻ ആഗ്രഹിക്കുന്നു, ഇന്ത്യയിലും അത്തരത്തിലുള്ള ഒരു നിലപാട് പറ്റില്ല എന്നല്ല, അത്തരത്തിലുള്ള ഒരു നിലപാട് എടുക്കുന്നത് കൊണ്ടാണല്ലോ ഇപ്പൊ പൗരത്വ ഭേദഗതി ബില്ലിനെ പോലെയൊക്കെ അവര് എതിർക്കുന്നത്. അപ്പൊ ഇതിനെ ചേട്ടൻ പറഞ്ഞ മറ്റൊരു കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇവിടെ അന്ന് ലക്ഷദ്വീപിലൊരു വിഷയം ഉണ്ടായല്ലോ. ലക്ഷദ്വീപ് വിഷയം ഉണ്ടായപ്പോൾ പോലെ ഇന്ന് ലക്ഷദ്വീപിലോട്ട് പിന്നെ ടൂറിസ്റ്റുകളുടെ ഒഴുക്കെന്നാണ് പറയുന്നത്. അവിടെ കടലിലിറങ്ങി മുങ്ങിയതോ, ഒരു ചൂരൽ കസേരയും വലിച്ചിട്ട് കടൽ തീർത്തിരുന്നേ ഉള്ളൂ. അപ്പൊ ഇത് കണ്ടുകൊണ്ട് വേറൊരു കക്ഷി ഇവിടുന്ന് പോയി ഒരു തകര കസേര ഇട്ട് ടൈം സ്ക്വയറിൽ ചെന്നിരുന്നു, ഫോട്ടോ കേട്ടിട്ട് നോക്കുത്തിരിക്കുന്നു. ഒന്നും ഉണ്ടായില്ല. ശരി, പോട്ടെ. അപ്പൊ ഞാൻ പറഞ്ഞ പൗരത്വ ഭേദഗതി ബില്ല് ഇവിടെ വരണം എന്നുള്ളതാണ്. അപ്പൊ അത് ഇപ്പം ട്രംപ് തീർച്ചയായിട്ടും ഇത്തരക്കാരെ പിടിച്ച് പുറത്തിറക്കുന്നുണ്ട്. അതായത് അഭയാർത്ഥികളായും മറ്റും പല രാജ്യങ്ങളിലും ചെന്ന് കയറിയിട്ട് നാട്ടിൽ റോഡിൽ
തിരക്കിനിടയിൽ പിന്നെ പായ വിരിച്ചിരുന്ന് നിസ്കരിക്കുന്നുണ്ട്. ഇവിടെ ഉത്തർപ്രദേശിൽ തന്നെ ലുലു തുറന്നപ്പോൾ കണ്ടില്ലേ, ലുലു തുറന്നപ്പോൾ അവിടെ ചെന്നിരുന്നിട്ട് നിസ്കരിക്കുകയാണ്. അവിടെ നിസ്കരിക്കാനായിട്ട് ഒരു പ്രത്യേക സ്ഥലമുണ്ട് ലുലുവിലും എല്ലാ സ്ഥലങ്ങളിലും. അത് വേണമെന്നാണ് എന്റെ ആവശ്യം. അവരുടെ ഒരു ഏത് മതസ്ഥൻ ഒരു സ്ഥാപനം പക്ഷേ പൊതുസ്ഥലത്ത് വന്നിട്ട് ചെയ്യണമെന്ന് പറഞ്ഞാൽ അതൊരു തരം ഇതാണ്, ഈ പ്രകടനാത്മകമാണ്. അതായത് ട്രെയിനില് എക്സ്പ്രഷനിസം, ട്രെയിനില്, അതുപോലെ വിദേശ രാജ്യങ്ങളിൽ ഒക്കെ, വിദേശ രാജ്യങ്ങളിലൊക്കെ നമ്മൾ ഈ സമൂഹ മാധ്യമങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. അത് തിരക്കുള്ള രാജ്യങ്ങളിലൊക്കെ വാഹനങ്ങൾ ഇങ്ങനെ വന്ന് തടഞ്ഞിട്ടുകൊണ്ടാണ് അവിടെ ഇരുന്ന് കുറെ പേര് നിസ്കരിക്കുന്നത്. പോലീസ് പ്ലാച്ചനെ കൊടുത്തിട്ടുണ്ട്. അത് ആചാരമല്ല, അത് ഞാനിത് പറഞ്ഞ എക്സ്പ്രഷനിസമാണ്. അതായത് നമ്മളിതെല്ലാം ഞങ്ങൾ എവിടെയും ഞങ്ങളിത് ചെയ്യും, ഞങ്ങൾക്ക് അതിനുള്ള അധികാരമുണ്ട്, ലോകത്ത് മുഴുവനും ഞങ്ങളാണ് അതിൻ്റെ എല്ലാം എന്ന് കാണിക്കാൻ വേണ്ടിയുള്ള തന്ത്രമാണ്, ആചാരമല്ല. പക്ഷേ അവർക്ക് ഈ പറയുന്ന എവിടെയായിരുന്നാലും അവർക്ക് സൗകര്യം. പാർട്ടി സമ്മേളനത്തിൽ CPM-ന്റെ പാർട്ടി സമ്മേളനത്തിൽ സൗകര്യം ഉണ്ടാക്കി കൊടുക്കുന്നുണ്ടല്ലോ. അതേസമയം ഒരു CPM-ന്റെ പാർട്ടി സമ്മേളനത്തിൽ ഒരു പിന്നെ ഒന്ന് വിളക്ക് കൊളുത്താണ്. കണ്ണൂരിലെ പാർട്ടി ഗ്രാമങ്ങളിൽ ദൈവദശകം ചൊല്ലുന്നതിന് വിലക്കേർപ്പെടുത്തിയവരാണ്. അല്ലെങ്കിൽ ഇവിടെ ഗുരുവായൂർ ഗുരുവായൂരല്ലേ ചെന്നിരുന്നിട്ട് ചോദിച്ചു അവിടെയാണോ നിങ്ങളുടെ കണ്ടന്റ് ഇരിക്കുന്നതെന്ന് ചോദിച്ചു. അങ്ങനെ പ്രസംഗിക്കുന്നതിന് തടസ്സമായിട്ട് പിന്നെ എന്താണ് മൈക്ക്, അടുത്ത അമ്പലത്തിലെ ഉത്സവത്തിന്റെ മൈക്ക് ശബ്ദിച്ചെന്ന് പറഞ്ഞിട്ട് മൈക്കിന്റെ ഫീസ് വരെ ഊരിക്കളഞ്ഞ് അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ നടന്നപ്പോൾ ഇവിടെ കഴിഞ്ഞ തെരഞ്ഞെടുപ്പ് കാലത്ത്, ഈ കഴിഞ്ഞതിൻ്റെ അല്ല, കഴിഞ്ഞ മുമ്പിലത്തെ തെരഞ്ഞെടുപ്പ് കാലത്ത് ഈ മനോരമയിൽ പ്രസിദ്ധീകരിച്ചൊരു ഫോട്ടോ ഉണ്ട്. അത് എ ആരിഫ് പിന്നെ എന്താണ് പ്രചരണം നടത്തുന്നു. ഈ പ്രചരണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ ബാങ്ക് വിളിക്കുന്നു. അത് നിസ്കാര നോമ്പിന്റെ സമയമായിരുന്നു. ഈ നോമ്പിന്റെ സമയത്ത് നമ്മുടെ ജി സുധാകരൻ വെള്ളവും ഈന്തപ്പഴം എടുത്ത് കൊടുക്കുന്ന ഒരു ചിത്രം മനോരമയിൽ, അതൊക്കെ ശരിയാണ്, നല്ല കാര്യം. എല്ലാ മതസ്ഥരോടും വേണമെന്നുള്ളത്. പക്ഷെ ഇന്നിപ്പോ സുധാകരന്റെ സ്ഥിതി എന്തായി? അന്ന് ഈ പൂജാരിമാരുടെ അണ്ടർവെയർ ഉണ്ടോ, അണ്ടർവെയറിന് വള്ളിയുണ്ടോ, അതിലെത്ര ഓട്ടയുണ്ട്, ഇതൊക്കെ നോക്കിക്കൊണ്ടിരുന്ന സുധാകരൻ ഇപ്പൊ മാറിയിരിക്കുന്നു. പിന്നെ അതുപോലെ തന്നെയാണ് ഇവിടെ ഈ പാലസ്തീൻ ഇസ്രായേൽ യുദ്ധം വന്നപ്പോൾ ഇവന്മാരൊന്നും ഈ പാലസ്തീനിലും പോയിട്ടില്ല, ഇസ്രായേലിലും പോയിട്ടില്ല. ഈ രണ്ട് കക്ഷികളെ ഇവന്മാർക്ക് ആർക്കും ഒരു പരിചയമില്ല, ഇവരുമായിട്ടൊന്നും ഒരു ബന്ധവുമില്ല. പക്ഷേ ഇവിടെ പാലസ്തീൻ വന്നപ്പോൾ ഇവിടെ എന്തൊക്കെയായിരുന്നു? ഇവിടെ ഇവരുടെ ചില പ്രത്യേക വാക്കുകളുണ്ട്. നമ്മളിടങ്ങൾ, ഏതെങ്കിലും ആരുടെയും കണ്ണിൽ പെടാത്ത എവിടെയെങ്കിലും ചെന്ന് രണ്ടെണ്ണം കൂടെ കുത്തി ഇരുന്നിട്ട് പറഞ്ഞതാണ് നമ്മളിടങ്ങളെന്ന്. പിന്നെ ചേച്ചിപ്പെണ്ണ്, അങ്ങനെയുണ്ട്. പിന്നെ ചേച്ചിപ്പെണ്ണ്, നമ്മളിടങ്ങൾ, നിന്റെ ആ വിശുദ്ധ ദിനങ്ങൾ. നിന്റെ ആ വിശുദ്ധ ദിനങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ വിചാരിക്കും എന്തോ നമ്മളെ ഈ വിശുദ്ധമായിട്ടുള്ള എന്തെങ്കിലും ഒരു ദിവസമാണ്. എന്തിനാണ്? ആർത്തവ ദിനങ്ങളാണ്. എന്റെ അവകാശം, അതൊക്കെ പിന്നെ സഹിക്കാൻ ചേട്ടാ. നമ്മളിടങ്ങൾ, പെണ്ണിടം, തുറന്നെഴുത്ത്, പിന്നെ അതുപോലെ എന്താണ് നിന്റെ ആ വിശുദ്ധ ദിനങ്ങൾ. ഞാൻ എന്നുള്ള ഒരു ഫേസ്ബുക്കിൽ കണ്ടതാണ്, നിന്റെ ആ വിശുദ്ധ ദിനങ്ങൾ. ഞാൻ ഇതെന്താണ് വിശുദ്ധ ദിനങ്ങൾ എന്നാണ് പറയുന്നത്. ആ വിശുദ്ധ ദിനങ്ങൾ എന്താ? നിന്റെ ഈ വിശുദ്ധ ദിനങ്ങൾ ഇനിയിപ്പോ എന്താണ് സംഭവം എന്ന് വെച്ചാൽ നോക്കിയപ്പോഴത്തേക്ക് എന്താണ് ആർത്തവ ദിനം, നിന്റെ ആ വിശുദ്ധ ദിനങ്ങളെന്ന്. അപ്പൊ ഇവന്മാര് ഇതുപോലെ ഈ എന്താണ് പാലസ്തീനിടം, ഗാസയിടം, ഇസ്രായേൽ, അവിടെയാണ് നമ്മള് ട്രംപിനെ നമ്മള് ട്രംപിന്റെ ഈ പറയും പോലെ സുമേഷ് പറഞ്ഞതുപോലെ ഇന്ത്യ വിരുദ്ധ പ്രവർത്തനങ്ങൾ നടത്തുന്നുണ്ടോ എന്ന് പറഞ്ഞാൽ അയാൾ അല്ല, വിരുദ്ധ പ്രവർത്തനങ്ങൾ അദ്ദേഹത്തിന്റെ ചില നിലപാടുകൾ അത് ഇന്ത്യക്കും ദോഷം ചെയ്യും എന്നുള്ളതാണ്. ഇന്ത്യക്ക് ദോഷം ചെയ്യുമോ എന്നുള്ളത് നമ്മൾ ചർച്ച ചെയ്യേണ്ടതാണ്. പക്ഷേ എങ്കിൽ പോലും നമ്മൾ ട്രംപിന്റെ ഭാഗത്തുനിന്ന് ചിന്തിക്കുമ്പോൾ അവിടെ ഒരു ഭരണാധികാരി എന്നുള്ള നിലയിൽ അയാൾ നിൽക്കേണ്ടത് അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അയാളുടെ രാജ്യം, അയാൾ അമേരിക്കക്കാരുടെ നേതാവാണ്. അയാൾ നിൽക്കേണ്ടത് അമേരിക്കക്കാർക്ക് വേണ്ടിയിട്ടാണ്. അമേരിക്കക്കെതിരായിട്ട് നിൽക്കുന്നവർക്ക് എതിരെ നടപടിയെടുക്കുകയും അവരെ കൃത്യമായിട്ടും പിന്നെ ടാർഗറ്റ് ചെയ്ത് അവരെ രാജ്യത്ത് നിന്ന് പുറത്താക്കുകയും അമേരിക്കക്കാർക്ക് ജീവിക്കാനുള്ള സൗകര്യം ഉണ്ടാക്കുകയും അമേരിക്ക ലോകത്തിന്റെ ഒരു പ്രധാനപ്പെട്ട ഒരു പിന്നെ രാജ്യമായിട്ട് പഴയ സ്ഥാനം, പണ്ട് അമേരിക്കയ്ക്ക് ഒരു പ്രതാപത്തോടെ അമേരിക്കയെ കൊണ്ടുവരണമെന്നും പണ്ട് ലോക പിന്നെ പോലീസ് എന്നൊക്കെ പറയും, ഇപ്പൊ ലോക പോലീസ് അല്ല, അത് തിരിച്ചു വരണമെന്നൊക്കെ ആഗ്രഹിക്കുന്നതാണ്. സ്വാഭാവികമായിട്ട് ഒരു ഭരണാധികാരി ആഗ്രഹിക്കാവുന്നതാണ്, ചെയ്യാവുന്നതാണ്. അയാളുടെ രാജ്യത്തിനെ പിന്നെ ലോകത്തിന് മുന്നിൽ നമ്മുടെ നരേന്ദ്രമോദി നമ്മുടെ രാജ്യത്തെ ലോകത്തിന് മുന്നിൽ ഉയർത്തി കാണിക്കാനാണ് ലോകം മുഴുവൻ യാത്ര ചെയ്യുന്നുണ്ട്. ഇപ്പൊ അതിന്റെ ഗുണം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇന്ത്യ എന്ന് പറഞ്ഞ ഭാരതം എന്ന് പറയുന്നത് ഇപ്പൊ ലോകത്തിന്റെ ഏത് മൂലയിൽ ചെന്നാലും അറിയാം. ആ പ്രധാനമന്ത്രിയുടെ രാജ്യം, ആ രാജ്യത്തിന്റെ പ്രധാനമന്ത്രി ആരാണെന്നറിയാം, ഭരണാധികാരി ആരെന്നറിയാം. മറ്റേ ഇന്ത്യ എന്ന് പറഞ്ഞാൽ അറിഞ്ഞൂടാത്ത രാജ്യങ്ങളുണ്ടായിരുന്നു, ഇപ്പൊ അങ്ങനെയല്ല. അപ്പൊ നമ്മുടെ ഒരു ഭരണാധികാരിയെ സംബന്ധിച്ചിടത്തോളം നമ്മുടെ രാജ്യത്തെ, എന്റെ രാജ്യത്തെ മാക്സിമം പിന്നെ
ലോക രാജ്യങ്ങളിൽ എത്തിക്കുക, അതിനെ കൂടുതൽ ശക്തമാക്കുക, അതിനെ കൂടുതൽ പിന്നെ വികസനമാക്കി മാറ്റുക, സാമ്പത്തികമായിട്ടും സൈനികമായിട്ടും സാമൂഹികമായിട്ടും വളർത്തുക. അതാണ് ഒരു ഭരണാധികാരി ചെയ്യുന്നത്. നമ്മുടെ നരേന്ദ്രമോദി ചെയ്തുകൊണ്ടിരിക്കുന്നത് അത് തന്നെയാണ്, യാതൊരു സംശയമില്ല. അത് തന്നെയാണ് ട്രംപും ചെയ്യുന്നത്. ട്രംപ് അയാളുടെ രാജ്യത്തിന് വേണ്ടിയിട്ട് അയാൾ വോട്ട് ചോദിച്ചപ്പോൾ അയാൾ പറഞ്ഞു, ഞാൻ എൻ്റെ അമേരിക്കയ്ക്ക് വേണ്ടി പ്രവർത്തിക്കും, അമേരിക്കയിൽ കുടിയേറിയിരിക്കുന്ന അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കും എന്ന് പറഞ്ഞ് അയാൾ വന്നതിൻ്റെ അന്ന് അയാൾ അനധികൃത കുടിയേറ്റക്കാരെ ഒഴിവാക്കാൻ വേണ്ടി ഒപ്പിട്ടു. നമുക്കത് കഴിയുന്നില്ല. നമുക്ക് രാജ്യത്ത് ആവശ്യം പോലെ അനധികൃത കുടിയേറ്റക്കാരുണ്ട്. ഇപ്പോൾ നമ്മൾ പറഞ്ഞ ബംഗ്ലാദേശുകാർ കേരളത്തിൽ പോലും ഉണ്ട്. നമുക്ക് നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ടോ? പക്ഷെ എങ്കിൽ പോലും നമ്മൾ അനധികൃത കുടിയേറിയവരെ നമ്മൾ അംഗീകരിക്കാനും അവരും ഒരു മനുഷ്യരാണെന്ന് മനസ്സിലാക്കാനും അവർക്ക് വേണ്ടിയിട്ടാണ് നമ്മൾ പൗരത്വ ഭേദഗതി നിയമം കൊണ്ടുവന്നത്. അപ്പോൾ നമ്മുടെ നാട്ടിൽ എന്താ സംഭവിച്ചു? ഭയങ്കര ബഹളമല്ലായിരുന്നോ? ഇതാണ് നമ്മുടെ പൗരത്വ ഭേദഗതി എന്ന് വെച്ചാൽ ഒരു ഇന്ത്യക്കാരന് യാതൊരു രേഖകളും ഇല്ലാതെ ഇപ്പൊ ദുബായിലോ അല്ലെങ്കിൽ പാകിസ്ഥാനിലോ ഒമാനിലോ അങ്ങനെ താമസിക്കാൻ പറ്റില്ല. ഒരു മണിക്കൂർ പറ്റില്ല. അവന്റെ വിസ കാലാവധി കഴിഞ്ഞാൽ ഒരു മണിക്കൂർ അവനവിടെ നിൽക്കാൻ പറ്റില്ലല്ലോ. അപ്പൊ അവിടെ വളരെ നിയന്ത്രിച്ച് നിയമം അനുസരിച്ച് നിൽക്കാം. പക്ഷെ ഇവിടെ തോന്നുന്നത് പോലെ തോന്നിയാസം കാണിക്കാൻ ഭാരതം എന്ന് പറയുന്നത് ഒരു തരം തോന്നിയാസം കാണിക്കാനുള്ള നാടാണ് എന്നാണ് തോന്നല്. അമേരിക്കയിൽ അങ്ങനെയാണ് വിചാരിച്ചത്. കാരണം അമേരിക്കൻ ജനാധിപത്യം കുറച്ച് ലിബറലാണ്, അവരും വലിയ ജനാധിപത്യ രാജ്യമാണെന്നൊക്കെ പറഞ്ഞിട്ട് അവരും ഇങ്ങനെ ലിബറലാണ്. ഇവിടെ വരുന്ന ഭരണാധികാരികൾ മുഴുവനും കുറച്ച് ലോക പിന്നെ എന്ത് പറയാം സോഷ്യലിസ്റ്റുകളുടെയൊക്കെ ഒരു സ്വാധീനം വന്നിട്ട് അവരെല്ലാം ബുദ്ധിജീവികളാണെന്ന് കാണിക്കാൻ വേണ്ടിയിട്ട് വന്ന ഈ ഭരണാധികാരി തൊട്ട് മുമ്പുണ്ടായിരുന്ന ഭരണാധികാരി വരെ അങ്ങനെയാണ് ചെയ്തത്. അതിൻ്റെ ഭാഗമായിട്ടാണ് അമേരിക്ക ഒരുതരം വല്ലാത്തൊരു രാജ്യം, ആർക്കും അവിടെ കയറി എന്തും ചെയ്യാന്നുള്ള അവസ്ഥ വന്നു. ഇപ്പോൾ കാനഡ, അതുപോലെ ബ്രിട്ടൻ, അതുപോലെ ജർമ്മനി, ഇവരെല്ലാം ഇപ്പോൾ കിടന്ന് അനുഭവിക്കുകയാണ്. ഓസ്ട്രേലിയ കിടന്ന് അനുഭവിക്കുകയാണ്. കാരണം ഇവരെല്ലാം അതിനകത്ത് വന്ന് കയറിയപ്പോൾ ഈ സ്റ്റുഡൻസ് വിഷയമായിട്ട് വരികയും അവിടെ വന്ന് അനധികൃതമായിട്ട് കിടക്കുകയും അവിടെ വന്ന് ജിഹാദി പ്രവർത്തനം നടത്തുകയും അവിടെ രാജ്യപ്രവർത്തനം നടത്തുകയും ചെയ്തിട്ട് ഇപ്പോൾ ആ ഗവൺമെന്റുകൾക്ക് മുഴുവൻ തലവേദനയായിരിക്കുകയാണ്. കാനഡയിലെ പ്രധാനമന്ത്രി രാജിവെക്കേണ്ടി വന്നതിന്റെ കാര്യം എന്തുകൊണ്ടാണ്? ഈ തീവ്രവാദികളെ നിയന്ത്രിക്കാൻ പറ്റുന്നുണ്ട്. നമ്മുടെ ഖാലിസ്ഥാൻവാദികൾ ഉൾപ്പെടെയുള്ളവരെ നിയന്ത്രിക്കാൻ പറ്റാതെ ആയിപ്പോയി. അപ്പൊ അത് അമേരിക്ക അറിയാം, അമേരിക്കൻ ട്രംപിന് ഇതറിയാം. ലോകരാജ്യങ്ങൾ പലതും ഇപ്പൊ കിടന്ന് നഷ്ടക്കാലിടുകയാണ്. ഇവനെല്ലാം നിയന്ത്രിച്ചില്ലെങ്കിൽ പറ്റില്ല എന്ന് മനസ്സിലായി. ട്രംപ് കൃത്യമായ നടപടിയെടുക്കും. ഇപ്പൊ ട്രംപിനെതിരായിട്ട് ഇവിടെ കേരളത്തിൽ നിന്നൊക്കെ വലിയ പ്രതിഷേധം വരും. ട്രംപ് മറ്റവരാണ് മറിച്ച്. അത് വേറെ കാര്യമാണ്. CPM ഇത് പ്രമേയം പാസ്സാക്കിയ പിന്നെ ഈ പരിപാടി നടക്കും. പ്രമേയം പാസ്സാക്കും. സംസ്ഥാന സമ്മേളനം CPM എതിർത്ത് കഴിഞ്ഞാൽ, കേരളത്തിൽ CPM എതിർത്ത് കഴിഞ്ഞാൽ ട്രംപിന്റെ ഒരടവും നടക്കുമെന്ന് ചേട്ടൻ പ്രതീക്ഷിക്കേണ്ട. ഒരാള് പോലും പുറത്തു പോവില്ല. ജനീവയിലാണ്, അല്ല മറ്റേ മെക്സിക്കൻ രാജ്യം, മെക്സിക്കോയിലാണെന്നാണ്. ഇപ്പം ഇവരെല്ലാം കൂടെ കൊണ്ടുവന്ന് കുടിയേറ്റക്കാരെ കൊണ്ടുവന്ന് വിമാനത്തിൽ അവിടെ കൊണ്ടുവന്ന് ഇറക്കി. രാജ്യം പറഞ്ഞു ഞങ്ങൾ എടുക്കൂല എന്ന് പറഞ്ഞു. ഗോണ്ടനാമ ജയിലിലോട്ട് അയക്കുന്ന പറഞ്ഞു. അതേ ഞാൻ പറഞ്ഞ് നിങ്ങൾ എടുക്കില്ലെങ്കിൽ വേണ്ട, ഇവനെല്ലാം ഞങ്ങളെ കൊണ്ട് ഞാൻ ഗോണ്ടനാമ കൊണ്ടിടും. എന്നിട്ട് നിനക്കൊക്കെ നിന്റെ ക്യൂബയിലുള്ള കടലിലുള്ള ഒരു ഗോണ്ടനാമയാണ് അവിടെ കൊണ്ടുവന്നിടും. നീ ഒന്നും വേണ്ടെങ്കിൽ വേണ്ട, നിന്റെയൊക്കെ പൗരന്മാരെ നിങ്ങൾക്ക് വേണ്ടെങ്കിൽ വേണ്ട, ഞാൻ കൊണ്ടുവന്ന് അവിടെ ഇടും. അവിടെ കിടന്ന പിന്നെ അവന്റെ എല്ല് പോലും തിരിച്ചു കിട്ടില്ല. അത് വേറെ കാര്യം. രണ്ട്, നിന്റെയൊക്കെ രാജ്യത്ത് നിന്നുള്ള സാധനങ്ങൾക്ക് 25% നികുതി ചുമത്തും ഒരാഴ്ച. അത് കഴിയുമ്പോൾ വീണ്ടും 50%. അല്ല ഞാൻ ചോദിച്ചോട്ടെ, ശരി, അല്ല ഇവര് ഈ മതത്തിന്റെ പേരിലാണല്ലോ ഇവർ ഈ കിടന്ന് ഈ രോദനം കൊള്ളുന്നത്. അങ്ങനെയാണെങ്കിൽ ഇവർ ഈ അഭയാർത്ഥികളെ ഏറ്റെടുത്ത് ഹെക്ടർ കണക്കിന് സ്ഥലങ്ങൾ അറബ് രാജ്യങ്ങളിലുണ്ടല്ലോ, അറബ് രാജ്യങ്ങളിലുണ്ടല്ലോ. ആ അറബ് രാജ്യങ്ങളിൽ ഇവര് പുനരധിവസിപ്പിച്ചൂടെ? അങ്ങനെ ചെയ്തൂടെ? അതെ, അല്ല അങ്ങനെ ചെയ്യില്ല. അങ്ങനെ ചെയ്യുമ്പോഴത്തേക്ക് വേറെ വിഷയമില്ലല്ലോ. അതെ, അതാണ് ഈ പാലസ്തീനുകളെ തന്നെ സഹായിക്കാൻ ഈ ഗൾഫ് രാജ്യങ്ങൾ മാത്രം വിചാരിച്ചാൽ മതിയല്ലോ. പക്ഷെ അവർ സഹായിക്കുന്നില്ലല്ലോ. എന്തിന്? നമ്മുടെ ഇന്ത്യയുടെ തൊട്ടപ്പുറത്തുള്ള നമ്മുടെ ഈ ഇതുണ്ടല്ലോ രോഹിംഗ്യകളെ എന്തുകൊണ്ട് ചൈനയ്ക്കോ അല്ലെങ്കിൽ മറ്റ് അറബ് രാജ്യങ്ങൾക്കോ അല്ലെങ്കിൽ എത്രയോ ഇസ്ലാം രാജ്യങ്ങളുണ്ട്, അവർക്ക് എടുക്കാമല്ലോ. ഈ ഇന്ത്യയിലേക്ക് നിരച്ചു കയറുന്നു, ഇന്ത്യക്കാർ ഉപദ്രവിക്കുന്നു, ഇന്ത്യക്കാർ പീഡിപ്പിക്കുന്നു പറയേണ്ട കാര്യമില്ലല്ലോ. ഇന്ത്യക്കാരൻ പീഡിപ്പിക്കുന്നില്ല, പറയേണ്ട കാര്യമില്ലല്ലോ. നിങ്ങൾക്ക് നിങ്ങളുടെ രാജ്യത്ത് ബർമായിൽ നിങ്ങൾക്ക് ജീവിക്കാൻ പറ്റില്ലെങ്കിൽ ശരി, കാര്യം ഇനി വാ, ഞങ്ങളുണ്ട്, ഇസ്ലാം രാജ്യമുണ്ട്, ഇനി ഒന്നും പറയില്ലല്ലോ. ഇതാണ് ഓരോ രാജ്യത്തും കിടന്ന് പ്രശ്നങ്ങൾ ഉണ്ടാക്കുക, എന്നിട്ട് അവിടെ അത് ട്രംപിന്റെ കൂടെ. അല്ല, അത് മാത്രമല്ല, ഇവിടെ പലരും ഈ അമേരിക്കയിലോട്ടൊക്കെ മൂലക്കുരുവിലൊക്കെ ചികിത്സിക്കാൻ പോണവര് പറയുന്നത് കമ്മ്യൂണിസ്റ്റുകളെ അടുപ്പിക്കൂലെന്നാ ട്രംപ് അറിഞ്ഞൂടെ എനിക്ക്. അവിടെ ചിലപ്പോൾ കമ്മ്യൂണിസ്റ്റ് അല്ലാന്ന് പറയും. അല്ല, അതിപ്പം അങ്ങനെ തന്നെ പറയുന്നത്. അവിടെ ചില നീല കോട്ടൊക്കെ വലിച്ചു കയറ്റി പോകുമ്പോഴത്തേക്ക് അവിടെ ചിലപ്പം വിചാരിക്കുക കമ്മ്യൂണിസ്റ്റുകാരെ ഇങ്ങനെയല്ല, അങ്ങനെയല്ലല്ലോ. അത് കേരളത്തിന്റെ ഇന്ത്യയിലെ ഒരു സംസ്ഥാനത്തിന്റെ
മുഖ്യമന്ത്രിയാണ് രാജാവാണെന്ന് പറയാം. അപ്പൊ പിന്നെ വേറെ പ്രശ്നം ഉണ്ടാവില്ലല്ലോ. അതേസമയം കമ്മ്യൂണിസ്റ്റ് ആരാണെന്ന് ധൈര്യം അവിടെ നിന്നിട്ട് ഇങ്ങനെ തീർന്ന് സംഗതി ട്രംപ് ഇങ്ങനെ ആക്കണില്ലേ. ഇതൊക്കെ ഇവിടെ ആളുകളെ പറ്റിക്കാൻ വേണ്ടിയിട്ട് ഈ പിന്നെ വിവരം വെള്ളിയാഴ്ചയില്ലാത്തവന്മാരെ പറ്റിക്കാൻ വേണ്ടി ഇങ്ങനെ ആക്കുന്നത്. ഇപ്പൊ ഇങ്ങനെ ആക്കുന്ന എപ്പോഴാണ്? മറ്റേ മെയ് 1 അന്ന് രാവിലെ ആക്കും. പിന്നെ മരിച്ചടക്കം ബോഡിയിൽ മുമ്പ് അതിപ്പം ഒരു വർഷമോ 2 or 3, അതായത് അങ്ങനെ നോക്കിയേ പോവുള്ളൂ. എല്ലായിടത്തും അങ്ങനെ ചെന്ന് കയറില്ല. അങ്ങനെ ഫോണ് മാത്രമേ ഇങ്ങനെ കാണിക്കുള്ളൂ, അല്ലെങ്കിൽ പിന്നെ കാണിക്കില്ല. പക്ഷെ എന്തായിരുന്നാലും ട്രംപിന്റെ ഈ ഒരു നിലപാട് വളരെ ആശാവഹം തന്നെയാണ്. കാരണം ഒരു രാജ്യത്തെ എത്രത്തോളം ജെഎൻയുലൊക്കെ നടന്ന് നമ്മൾ കണ്ടു എന്തുമാത്രം അക്രമങ്ങളാണ്. ജെഎൻയുലൊക്കെ ഈ ഇതിന്റെ ആസാദി മുദ്രാവാക്യം വിളിച്ച് ജിഹാദികൾ എന്ത് ഭയങ്കര പ്രശ്നം ഉണ്ടാക്കി. അത് മാത്രമല്ല, ഇവിടെ പിന്നെ ഉന്നാവില് ഒരു വിഷയം നടന്നപ്പോൾ ഒരു ബാലികയെ പീഡിപ്പിച്ച് കൊലപ്പെടുത്തിയ ഒരു സംഭവത്തിൽ ഇവിടുത്തെ ഉള്ള ഒരു പ്രമുഖ ഓൺലൈൻ മാധ്യമം, അഴിമുഖം എന്നാണ് ആ ഓൺലൈൻ മാധ്യമത്തിന്റെ പേര്, ആ മാധ്യമത്തിന്റെ റിപ്പോർട്ടർ സിദ്ദിഖ് കാപ്പൻ പോയിരുന്നു. സിദ്ദിഖ് അവിടെ പോയപ്പോഴാണ് സിദ്ദിഖിനെ UAPA ചുമത്തി അറസ്റ്റ് ചെയ്ത് ജയിലിലിട്ടത്. അതിനെതിരെ സിദ്ദിഖ് ആരാണെന്ന് പോലും ഇവിടെ ജനങ്ങൾ ചോദിച്ചു തുടങ്ങിയത് അപ്പോഴാണ് ആ ഒരു പേര് ഉയർന്നിട്ടത്. അവിടെ ഇവിടുത്തെ കേരള പത്രപ്രവർത്തക യൂണിയൻ ഇവിടെ മെഴുകുതിരിയും കത്തിച്ച് കടിച്ചു പിടിച്ച് അങ്ങോട്ടും ഇങ്ങോട്ടും നടന്നു. കാരണം ഈ സിദ്ദിഖ് കാപ്പനെ മോചിപ്പിക്കണം എന്നാവശ്യപ്പെട്ടുകൊണ്ട്. അപ്പോൾ കാര്യങ്ങളൊക്കെ വ്യക്തമായില്ല. പക്ഷേ എന്തായിരുന്നാലും ട്രംപ് പിന്നെ തുടക്കത്തിൽ തന്നെ ഇത് അദ്ദേഹത്തിൻ്റെ ഒരു നിലപാട് നല്ലത് തന്നെയാണ്. കാരണം ഏതൊരു രാജ്യത്തെയും കാർന്നു തിന്നുന്ന ഒന്നാണ് തീവ്രവാദം. അത് ഏത് മതത്തിൻ്റെതായാലും അത് എന്തായാലും ഒരു നല്ലൊരു തീരുമാനമാണ് ട്രംപിൻ്റെ. പക്ഷേ അത് നടപ്പിലാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് കഴിഞ്ഞു. ഇല്ല, അത് നിങ്ങളുടെ നടപ്പിലാക്കണോ എന്ന് തീരുമാനിക്കേണ്ടത് MP ഗോവിന്ദനും പിണറായി വിജയനും അടക്കമുള്ള നേതാക്കളാണ്. അവരിവിടെ അവിടെ പോളിറ്റ് ബ്യൂറോയിൽ പ്രമേയം പാസ്സാക്കി കഴിഞ്ഞാൽ എന്തായാലും ട്രംപിൻ്റെ ആ ഒരു പിന്നെ ഉദ്ദേശം നടക്കില്ല എന്നുള്ളത് തന്നെയാണ്. ട്രംപ് ഇവരുടെ മുന്നിലൊക്കെ അടിയറവ് പറയുമോ എന്നാണ് ഇനി കണ്ടറിയേണ്ടത്. പ്രമേയം പാസ്സാക്കും, ഉറപ്പായിട്ടും പ്രമേയം പാസ്സാക്കും. ഇനിയിപ്പോ പിന്നെ അതിനെതിരെ ട്രംപിന്റെ കോലം കത്തിക്കും. ട്രംപിനെതിരെ ബൂർഷ്വരാജ്യമാണെന്ന് ഇപ്പൊ അങ്ങനെ പരസ്യമായിട്ടൊന്നും പറയില്ല. കാരണം മുതലാളിത്ത രാജ്യം, മുതലാളിത്ത ഇമ്പീരിയലിസ്റ്റുകളാണ്, മുതലാളിത്ത ക്യാപിറ്റലിസ്റ്റ് ഇമ്പീരിയലിസ്റ്റുകളാണ്. പഴയ കമ്മ്യൂണിസ്റ്റ് വാക്കുകളാണതല്ല, ക്യാപിറ്റലിസ്റ്റ് ഇമ്പീരിയലിസ്റ്റുകൾ എന്നൊക്കെ പറയുന്നത്. ഇപ്പൊ അതൊന്നും അങ്ങനെ വലുതായിട്ടും പറയില്ല അവരാര്. കാരണം അങ്ങനെ പറയാൻ പോലും അറിഞ്ഞുകൂടാ. ഇമ്പീരിയലിസം ജയിക്കട്ടെ എന്ന് മുദ്രാവാക്യം വിളിച്ച് അവർക്ക് ആകെ അറിയുന്നുള്ള എംപീരിയൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴിക്കോട്ടെ എംപീരിയൽ ഹോട്ടലിലെ. അതെ, ഇപ്പൊ ഇടയ്ക്ക് അങ്ങനെ ഒരു മുദ്രാവാക്യം വിളിച്ചു കൊടുത്തു നമ്മുടെ ഒരു പ്രമുഖനായ വ്യക്തി. ഞാൻ പേര് പറയുന്നില്ല. ഇപ്പൊ അയാൾ വലിയൊരു ഭരണഘടനാ സ്ഥാപനത്തിൽ ഇരിക്കുകയാണ്, അതുകൊണ്ട് അത് പറയാൻ പാടില്ല. ഇമ്പീരിയലിസം ജയിക്കട്ടെ, ഇത് മുദ്രാവാക്യം ആവേശം വിളിച്ചപ്പോൾ ഇതും കൂടെ അറിയാതെ ഇമ്പീരിയലിസം തോക്കട്ടെ എന്ന് പറഞ്ഞു. ഇമ്പീരിയലിസം ജയിക്കട്ടെ. അപ്പൊ എന്തായിരുന്നാലും ട്രംപ് അടിപതറുമോ അതോ ട്രംപിന്റെ ഈ ഒരു തീരുമാനം വിജയിക്കുമോ എന്നാണ് കണ്ടറിയേണ്ടത്. അത് നമുക്ക് കണ്ടറിയാനായി കാത്തിരിക്കുക. ഓരോ ജീവിതവും ഓരോ കഥകളാണ്, വേറിട്ട കഥകളുടെ ഒരു കൂട്ടായ്മ. വേണമെങ്കിൽ നമുക്കതിനെ ഒരു നോവലെന്ന് പേരിടാം. അതുപോലൊരു നോവലല്ലേ നിങ്ങളുടെ ജീവിതവും? എന്താ, ശരിയല്ലേ? നിങ്ങളുടെ അനുഭവങ്ങൾ, കഥകൾ എന്തുമായിക്കൊള്ളട്ടെ, അത് കേൾക്കാൻ DNA ന്യൂസിലൂടെ ഞാൻ എത്തുന്നു. കഥ പോലൊരു ജീവിതം, അതിനായി ഞാൻ നിങ്ങൾക്ക് വേണ്ടി കാത്തിരിക്കുന്നു. നമുക്ക് ഒന്നിച്ച് കാണാം, കുറേ കാര്യങ്ങൾ സംസാരിക്കാം, വേദനകൾ പങ്കിടാം. നിങ്ങളുടെ വിഷയങ്ങൾ, അനുഭവങ്ങൾ അത് ഞങ്ങളെ അറിയിക്കേണ്ട വിലാസം താഴെ കൊടുക്കുന്നു.